നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമുക്ക് എന്നാ പറയുന്നത്, എൻ്റെ ഭാഷ പറഞ്ഞ ഹിറ്റായിട്ടുള്ള സാരിയുടെ വീഡിയോ, സാരിയുടെ വീഡിയോ അല്ല, സാരി ഉണ്ട് വീഡിയോയ്ക്കകത്ത്. പിന്നെ വേറെ 3 ടൈപ്പ് സാരി കേട്ടോ. അതിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കാണിച്ചതാണ് ഈ സാരി. നമ്മുടെ ജോർജറ്റ്, പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ, ജോർജറ്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ വരുന്ന ഈ ഇങ്ങനെ സൈഡിൽ ഈ 2 സൈഡിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത കുറച്ച് സാരികൾ. ഇത് റീസ്റ്റോക്ക് വന്നതാണ്. അന്ന് വന്നപ്പം വൈറ്റ് ഇല്ലായിരുന്നു, ഇന്ന് വന്നപ്പം റീസ്റ്റോക്ക് വന്നതിനകത്ത് അന്ന് കാണിച്ച കളേഴ്സ് ഉണ്ട്, പുതിയ കളേഴ്സായിട്ട് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയ കളേഴ്സ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ കളേഴ്സ് വന്നത് കാണിക്കാനായില്ല, അണിയറയിൽ റെഡി ആവുന്നതേ ഉള്ളൂ. ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ്, നല്ല പ്യുവർ വൈറ്റാണ്, എംബ്രോയ്ഡറി ഇതാണ്. ഇതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങൾ വീഡിയോ ദയവായി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അത് ഇപ്പോഴും നല്ല, എപ്പോഴാണ് ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ട്രയൽ എല്ലാം ചെയ്ത് നോക്കിയിട്ടല്ലേ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാനീ പറയുന്നതും ഞാൻ ഈ കാണിക്കുന്നതും മാത്രം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും അങ്ങനെയല്ലേ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിപ്പ് അടിച്ച് കാണരുത്. കാരണം നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾ മൂല്യം കൽപ്പിക്കണം. സമയത്തിന് മൂല്യം കൽപ്പിക്കുന്ന കടയിൽ പോയാൽ എത്ര സമയം നമ്മൾ ചിലവാക്കുമെന്ന് ഓർത്തിട്ട് കൽപ്പിക്കണം. കാരണം കാര്യം അറിയാതെ വാങ്ങിച്ചിട്ട് പിന്നെ കംപ്ലൈൻറ്റ് പറയരുത്. ആരും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് വന്നതെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റഫ് കാര്യങ്ങൾ എല്ലാം വിശദമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടാണ്. അതിനൊരു സമയം ലാഗ് ചെയ്യിക്കാനോ വീഡിയോ ലാഗ് ചെയ്യിക്കാനോ നമുക്കൊരാഗ്രഹവും ഇല്ല. നിങ്ങൾക്കത് മനസ്സിലാകണം, നിങ്ങൾ അറിഞ്ഞു തന്നെ വാങ്ങിക്കണം എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഈ വിശദീകരിച്ച് പറയുന്നത്. പിന്നെ റേറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, വാട്സപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യേണ്ടത്. വാട്സപ്പിൽ കോളല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. റേറ്റ് ഇതിൻ്റെ മേളിൽ കൊടുക്കുന്നുണ്ട്, ഒരു നമ്പരും കൊടുക്കുന്നുണ്ട്. ആ നമ്പർ കൂട്ടി വേണം മെസ്സേജ് അയക്കാൻ. ഇനി ഈ സാരിയെ പറ്റി പറയാം. ഈ സാരി എന്ന് പറഞ്ഞാൽ, ഈ സാരി ഇപ്പം ഈ റീസെൻ്റ്ലി പല സ്റ്റഫിൽ ഇറങ്ങുന്നുണ്ട്. അതിലൊന്നാണ് ഓർഗൻസയുടെ സ്റ്റഫിൽ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പകുതി റേറ്റോളം ഏകദേശം വരുന്നുള്ളൂ. ഏകദേശം പകുതി റേറ്റ്, കറക്റ്റ് പകുതിയല്ലേ, ഏകദേശം പകുതി റേറ്റാണ് വരുന്നുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയോ ഒരു സ്റ്റഫിൽ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ആ സ്റ്റഫ് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. പലതിൻ്റെ മിക്സ് ആയിട്ടുള്ള സ്റ്റഫ് പലതിറങ്ങുന്നുണ്ടല്ലോ, പല ടൈപ്പ് മെറ്റീരിയൽ. അപ്പം ഇത് എന്നാ പറയുന്നത്, കാള പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന പോലെ എല്ലാം അതാന്ന് പറയരുത്. പല മെറ്റീരിയലിൽ ഇറങ്ങുമ്പോൾ പല റേറ്റ് ആയിരിക്കും. ഏതോ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ സാരി കാണിച്ചതിൻ്റെ അടിയിൽ വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് 1499 ഈ ഇതേ സാരി കിട്ടി എന്ന് പറഞ്ഞു. ഇതേ സാരി കിട്ടുമെങ്കിൽ, അപ്പം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇതേ സാരി കിട്ടുമെങ്കിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും എത്ര കളർ ഉണ്ടെങ്കിലും ആ വിലയ്ക്ക് കിട്ടുമെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് കിട്ടുമെങ്കിൽ ഞാൻ എടുത്തോളാം. കാരണം ആ വിലയ്ക്ക് കിട്ടുമെങ്കിൽ വലിയ ലോട്ടറി അടിക്കുന്ന കൂട്ട് ലാഭമാണ് ഈ സാരി. ആ വിലയ്ക്ക് 1499 ഞങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമെങ്കിൽ എത്ര കളർ ഉണ്ടെങ്കിലും ഞാൻ എടുത്തോളാം. കാരണം ഇതിന് അത്രമേൽ ആവശ്യക്കാരാണ്. ഞങ്ങൾക്ക് ഷോപ്പിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത അരമണിക്കൂറിനുള്ളിൽ ഇത് വന്ന് അഴിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സാരിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്ക് കിട്ടിക്കാണും, സ്റ്റഫ് വ്യത്യാസം ഉണ്ടായിരിക്കാം, വേറെ സാധനമായിരിക്കാം. പിന്നെ ഇതിൻ്റെ റണ്ണിങ് ഇറങ്ങുന്നുണ്ട്. റണ്ണിങ്ങിനൊക്കെ മുറിച്ചെടുത്താൽ വേറെ പല മെറ്റീരിയൽ വരുമ്പോൾ പല വിലയാണ്. അങ്ങനെ മനസ്സിലാക്കി വേണം വാങ്ങിക്കാൻ. ഇത് ജോർജറ്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഇത് ഓൾറെഡി തന്നെ ധാരാളം പേര് വാങ്ങിച്ചു, സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എല്ലാവരും. ഇപ്പോൾ തിരിച്ച് മെസ്സേജൊന്നും അയക്കത്തില്ല, എന്നാലും കുറേ പേര് മെസ്സേജ് അയച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ്. യൂണിഫോമായിട്ട് കിട്ടുമോ, ഫംഗ്ഷന് കിട്ടുമോ, അടുത്ത മാസം കിട്ടുമോ, 10 എണ്ണം കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി മെസ്സേജുകൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് കിട്ടാനുള്ള ഈ ജോർജറ്റിൻ്റെ സ്റ്റഫിൽ 2 സൈഡിലും ബോർഡറുമായിട്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ വൈറ്റ് തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. ഞാൻ അതിൻ്റെ നല്ല വിഷമത്തിലിരിക്കുന്നുണ്ട്. സത്യം പറയാം, ശരിക്കും വിഷമത്തിലിരിക്കുക. കാരണം എനിക്കറിയാം അതുപോലെ ഇതിന് ഓർഡർ വരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിലുണ്ടായതാണ്, ഞങ്ങൾ വെറുതെ വൈറ്റ് എടുത്ത് ഡിസ്പ്ലേ ഇട്ട് അരമണിക്കൂറിനുള്ളിൽ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അന്നേരം വന്ന് തീർന്നു പോയി. അതാണ് അവസ്ഥ. പ്രസംഗം നിർത്തട്ടെ, ദേഷ്യം വരരുത് കേട്ടോ. കാര്യങ്ങൾ പറയണ്ടേ, പറഞ്ഞ് തന്നില്ലേ ശരിയാകത്തില്ലോ. അപ്പോൾ ഇതാണിത് സാരി, ഒന്നുമില്ല. ഇതിപ്പം സാരി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് തന്നെ ബ്ലൗസ് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇത് ഫുള്ള് ബോഡി ഫുള്ള് ഈ ഒരു ഇതുണ്ട്, കണ്ടോ, ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്. സാധാരണ നമ്മൾ സാരി വാങ്ങിക്കുമ്പം എംബ്രോയ്ഡറി വർക്ക് അല്ലെ കട്ട് വർക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ ഫ്രണ്ടിൽ മാത്രമേ കാണുള്ളൂ. ഇതിനങ്ങനല്ല, എല്ലായിടത്തും ഉണ്ട്, ഫുള്ളും ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ ആ കുത്തുന്ന ഭാഗത്തേക്ക് 1 മീറ്റർ തുണി വാങ്ങിച്ച് വേറെ തുണി
എന്തെങ്കിലും വലിയ വിലയില്ലാത്ത ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും ഒക്കെ വാങ്ങിച്ച് ചേർത്തിട്ട് ഇത് ബ്ലൗസാക്കി എടുക്കാം. ബ്ലൗസാക്കി എടുത്താൽ നല്ല ഭംഗിയാണ്. സെയിം ടു സെയിം ആയിട്ടിരിക്കുമ്പോൾ വൃത്തികേടായിട്ട് തോന്നത്തില്ല. ഇത്രയും സ്ലീവൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ എങ്ങനെ ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ പീച്ച് കളറോ പിങ്ക് കളറോ ഗ്രീൻ കളർ, പീച്ച് കളറാണ് ഏറ്റവും എടുപ്പെന്ന് തോന്നുന്നു. അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതാണ് സാരി. 2980 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇങ്ങനൊരു സാരി. ഇതിന് ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെയാണ്. മുന്താണി പ്രത്യേകിച്ചില്ല, ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. നല്ല പ്യുവർ വൈറ്റേൽ പീച്ച് ഷെയ്ഡ്, അടിപൊളിയാണ്. നമുക്ക് വൈറ്റ് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വൈറ്റ് അല്ലേ എന്നോർക്കും. നിങ്ങൾക്ക് ഒരു 1-2 പ്രാവശ്യം സാരി ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് കുർത്തി അടിക്കുക, അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഫ്രോക്ക് അടിക്കുക, എന്തിനും ഇത് പറ്റും. എന്നും ഈ സാരി ഉടുക്കുമ്പോൾ ഒരു സാരിയല്ലേ നമ്മൾ എത്ര പ്രാവശ്യം ഉടുക്കും, അങ്ങനെയും പറ്റും. നല്ലതാണ്. പിന്നെ വൈറ്റ് ഉടുത്ത് നിൽക്കുമ്പം അതിന് കിട്ടുന്ന ആ ഒരു ഗമം ഭയങ്കരമാണ്. ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ ഇതല്ലാതെ ബ്ലാക്ക് ഇതാ വൺ സൈഡുള്ള. ഇനി ഇതിൻ്റെ വൺ സൈഡ് ഉള്ളത് വന്നിട്ടുണ്ട്. ബ്ലാക്കിനും വൈറ്റിനുമാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്നത്. ബ്ലാക്ക് 2 സൈഡ് തീർന്നു പോയി, കിട്ടാനില്ല. പക്ഷെ വൺ സൈഡ് നമ്മുടെ കയ്യിലിപ്പം അത്യാവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ഓവറായിട്ടില്ല, അത്യാവശ്യത്തിന് സ്റ്റോക്കുണ്ട്. അതിൻ്റെ കാണിക്കാം. അതിപ്പം ഒരു സൈഡിൽ ബോർഡർ വരുന്നുള്ളൂ. വൺ സൈഡ് ബോർഡർ വരുന്നതുകൊണ്ട് ഇവിടേക്ക് ബോർഡർ വരുന്നില്ല. പക്ഷെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കുത്തി കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അതിനകത്തൊരു മോശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നല്ല റിച്ചായിട്ട് നിറച്ചുള്ള നല്ല വർക്കല്ലേ, നല്ല നിറച്ചും വർക്കല്ലേ. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കുത്തി കഴിയുമ്പോൾ ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ട്. അതിനകത്തൊട്ടും കുറവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സൈഡ് ബോർഡറേ ഉള്ളത്. അപ്പോൾ താഴെ കൂടെയും വരുന്നുണ്ട്. ഇങ്ങനെ ചുറ്റി താഴെയും വരുന്നില്ലേ. വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഇതിന് വരുമ്പോൾ 2200 രൂപയേ ഉള്ളൂ വില. മറ്റേത് 2900 സംതിങ് ആണ്. ഇത് ബ്ലാക്കിൽ ഇതേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വൺ സൈഡ് ബോർഡർ, വൺ സൈഡ്. പിന്നെ ചിലർക്കൊരു അഭിപ്രായമുണ്ട് 2 സൈഡ് ബോർഡർ വരുമ്പോൾ ബോർഡറിൻ്റെ അകത്ത് ഉള്ളിലേക്ക് പോകത്തില്ലേ, അത് വേസ്റ്റ് അല്ലേ എന്നൊക്കെ. നമ്മൾ കസവ് സാരി ഉടുക്കുമ്പോഴങ്ങനെ തന്നെയല്ലേ, കസവ് സാരി 2 സൈഡ് ബോർഡർ ഉടുക്കുമ്പോഴങ്ങനെ തന്നെയല്ലേ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ബ്ലാക്കിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഡെയിലി മെസ്സേജ് വരുന്നുണ്ട് ബ്ലാക്ക് വന്നു, ബ്ലാക്ക് ഇതേ വന്നിട്ടുള്ളൂ, മറ്റേത് ഉടനെ എങ്ങും വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ മെസ്സേജ് വന്നെന്നും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് 2 സൈഡ് ബോർഡർ എപ്പോൾ വരും. എനിക്ക് മറുപടി കൊടുക്കാൻ നമുക്കറിയത്തില്ല ഇനി എന്നതിൻ്റെ സ്റ്റോക്ക് കിട്ടും 2 സൈഡുള്ളത്. പക്ഷേ ഇതിൻ്റെ വേറെ കളേഴ്സ്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോ തരാൻ പറയില്ല, ഞാൻ ദിവസം വീഡിയോ കാണിക്കാം കേട്ടോ. ഇത് കോഫി ബ്രൗൺ, ഇതും നല്ല ഡിമാൻഡുള്ള. എല്ലാം ഇതിൻ്റെ വന്നേക്കുന്ന ജോർജറ്റ് ആയതുകൊണ്ട്, നല്ല ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കളറെല്ലാം നല്ല ഡീപ്പാണ്. ഇപ്പം ഇതിപ്പോൾ കോഫി ബ്രൗൺ കളറാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള കളറാണ്. പിന്നെ ഇവിടെ നല്ല ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അല്ലേ, ബോഡി നല്ല ഒതുങ്ങിയിരിക്കും. ഇവിടെ വരുമ്പോൾ ഹെവിയാണ്. അപ്പോൾ ഒഴുകിയൊട്ട് പോകുന്നതിൻ്റെ ഒരു പ്രശ്നവും വരത്തില്ല. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതൊക്കെ 6 മീറ്റർ ഉണ്ട് അല്ലേ, 6 മിച്ചമുണ്ട്, 6.25 മീറ്ററോളം ഉണ്ട്. ബ്ലാക്കും വൈറ്റുമാണ് അത്രയില്ലാത്തത്. 6.25 അത്ര ഏതാണ്ടുണ്ട്. നിങ്ങൾക്ക് വണ്ണം കുറവുണ്ടെങ്കിൽ ബ്ലൗസ് തയ്ക്കാൻ അത് 2ഉം കൂടെ മതി. അല്ലെങ്കിൽ നല്ല പ്ലീറ്റ്സ് കിട്ടും, നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസ് തയ്ക്കണമെന്ന് ഇതുകൊണ്ട് തയ്ക്കുന്ന ഒത്തിരി നല്ലതാണേ. അതിപ്പോൾ എന്നാ എടുക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല, അങ്ങനെ ചെയ്താൽ മതി. ആർക്കണ്ട് അറിയത്തില്ലാത്ത പോലെ അല്ലേ. ഇത് ഡാർക്ക് മെറൂൺ. ഞാനാണെങ്കിൽ അങ്ങനത്തെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് കാണിക്കുമായിരുന്നു, എല്ലാവർക്കും കുറേ കൂടെ ഇതായേനല്ലേ. ഞാൻ ഈ ചുരിദാറിൻ്റെ മണ്ടയിൽ ഇട്ടിട്ട് കാണിച്ചിട്ടാണ് ശരിയാകാത്ത. നല്ല രസമല്ലേ കാണാൻ. ഡാർക്ക് മെറൂൺ. വേറെ ഒന്നുമില്ല, ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് വെച്ചിട്ട് വേറെ വെച്ച് ബ്ലൗസ് തയ്ക്കുമോ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഫാഷൻ സെൻസിനനുസരിച്ച് ചെയ്യാം. എന്താണേലും ഏറ്റവും മോസ്റ്റ് ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഞാൻ ഇതിനകത്ത് കണ്ട ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് വെച്ച് കുർത്തി തയ്ക്കാം, ചുരിദാർ സെറ്റ് തയ്ക്കാം, എന്ത് വേണം. കുർത്തിയൊക്കെ തയ്ച്ച് അടിപൊളി. ഇതിൻ്റെ കുർത്തി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ ഓൺ കുർത്തി ഞാൻ കാണിച്ചില്ലേ. നല്ല ഭംഗിയാണ്, പാർട്ടി വെയർ ആയിട്ട് ഒത്തിരി നല്ലത്. നമ്മൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ സാരി എടുത്തിട്ട് അയ്യോ ആ സാരി വേസ്റ്റായി പോയല്ലോ എന്ന് ഓർക്കണ്ട. സാധാരണയൊക്കെ സാരിയാണ് നമുക്ക് വെട്ടി തയ്ക്കാനൊക്കെ ഒരു മടിയല്ലേ, കസവ് സാരിയുടെ ഒക്കെ പുറേ തയ്ക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ വെറുതെ എന്തിനാ വേസ്റ്റാക്കി നമ്മൾ അല്ലേ, റീസൈക്കിൾ ചെയ്ത് ഉപയോഗത്തിലാക്കണം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒന്നിനും നേരമില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഈ പറയുന്ന എനിക്കും നേരമില്ല, ഞാൻ ഈ വാചോടിയൊക്കെ ഉള്ളൂ. ഒരു സാധനം അങ്ങനെയൊന്നും ചെയ്യാനൊന്നും മെനക്കേടുമൊന്നുമില്ല. ഞാൻ പിന്നെ സാരി ഇല്ല കേട്ടോ, എനിക്ക് സാരി ഉടുക്കലൊന്നുമില്ല. നമ്മുടെ സെമി ടസർ ഉണ്ടോ, നല്ല
നല്ല കാന്താവർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുക. ടെമ്പിൾ ഡിസൈനിലാണ് കാന്താവർക്ക് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഇങ്ങനെ തന്നെ. ടസറിന് ഇപ്പോൾ ആവശ്യക്കാർ ഭയങ്കര കൂടുതലാണ്. കാരണം ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ ഡെയിലി രാവിലെ തൊട്ടിരിക്കുന്നവർക്ക് ഇച്ചിരി നല്ല ഫോമിലൊക്കെ പോവുകയും ചെയ്യാം. ഓവറായിട്ടുള്ളതാനും നമുക്ക് ശരീരത്തിന് നല്ല സുഖമുള്ള സ്റ്റഫുമാണ്. ഇത് കണ്ടോ, ടസറിൻ്റെ നല്ല നല്ല ഫീല് തരുന്ന ആ ഒരു സ്റ്റഫുമാണ്. വാടാമുല്ല കളറ്. ഇങ്ങനെയാണ് മുന്താണി വന്നിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറമാനോ ഒക്കെ ശരിയല്ലാന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വേണം. ഞാൻ പറയുമ്പോൾ കേൾക്കത്തില്ല. ഇങ്ങനെ വേണം അല്ലേ, ഇങ്ങനെ വേണമല്ലേ കൂട്ടത്തിൽ നിൽക്കാൻ. അതെ, ചില സമയത്ത് ഉറക്കം തൂങ്ങി നിൽക്കുമ്പോഴേ ഞാൻ പറയും, ഇത് പിടിക്കുന്നില്ലല്ലോ, ഇത് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ വലിയ കുറ്റമാണ്. ഞാൻ പറയുമ്പം പ്രശ്നമാണ്. എന്നും കൂടെ പറയണ്ട കേട്ടോ. നല്ലപോലെ പരിശ്രമിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യരല്ലേ നീ, ചില സമയത്ത് അങ്ങനെയൊക്കെ പറ്റിയെന്നൊക്കെ ഇരിക്കും. തള്ളു തന്നിട്ട് പിന്നെ ഒന്നും കൂടെ നല്ല ശരിക്കും ഞാൻ പറഞ്ഞതാണ്. ഇതില്ലേ, അപ്പോൾ അത് വാടാമുല്ലയായിരുന്നു. ഇത് ഒനിയനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വാടാമുല്ല കളർ. ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് പോലെ വന്നിട്ട് വാടാമുല്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ ആ ഒരു ത്രെഡ് പോയിരിക്കുന്ന കാന്തായുടെ മെറ്റീരിയലിൽ ആ ത്രെഡ് പോയില്ല, അങ്ങനത്തെ ത്രെഡാണ് പോയിരിക്കുന്നത്. വീവിങ് ആണ്, പ്രിൻ്റ് അല്ല, വീവിങ് ആണ്. ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു കസവ് പോലത്തെ ഒരു ബോർഡറും ഒക്കെ ആയിട്ട് മുന്താണി. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ല. ബ്ലൗസ് പ്ലെയിനേ, എല്ലാത്തിൻ്റെയും ബ്ലൗസ് പ്ലെയിൻ. ഇവിടെ വരുന്ന ഭാഗം ബ്ലൗസ്. പീസ് കറണ്ട് വന്നില്ലല്ലേ. മഴ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം മഴ പെയ്യുമ്പോൾ അപ്പോഴേ കറണ്ട് പോകും. കറണ്ട് പോയാൽ വരണമെങ്കിൽ നല്ല സമയം നോക്കണം. ഇൻവെർട്ടറൊക്കെ കൂവാൻ തുടങ്ങും. കറണ്ട് വന്നില്ലേ. പീച്ചും ഇങ്ങനെ യെല്ലോടെ ഒരു ഇത് നല്ല കളറാട്ടോ. എന്നെ പീച്ച് വന്നപ്പോൾ ഒന്ന് എടുക്കാൻ തോന്നിയത്. പീച്ചിനോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. നല്ല ഭംഗിയല്ലേ ഇത് ഇവിടെ കാണാൻ അല്ലേ. മിണ്ടത്തില്ലാത്ത മനുഷ്യരാന്ന് ഞാൻ ഓർത്തില്ല. ഒന്നും മിണ്ടാത്ത ഭാര്യ എന്ന് പറഞ്ഞോളൂ. ഒന്നും മിണ്ടാത്ത മനുഷ്യർ. ഇതിന് ബോർഡർ ഉണ്ടോ നോക്കട്ടെ കൈക്കേ, അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അയ്യോ ഇല്ല. 4 കളറേ ഉള്ളോ അതോ 5? ലാവണ്ടർ, നല്ല തിളങ്ങിയ ലാവണ്ടർ. നമ്മൾ ഈ ഇത് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കാണിക്കുന്ന കളറ് കറക്റ്റാണ്. നമ്മുടെ ക്യാമറയുമായിട്ട് നോക്കുമ്പോൾ കറക്റ്റാണ്. നിങ്ങളുടെ ഫോണിൽ ലൈറ്റ് കൂട്ടിയിട്ടോ HD മോഡോ അങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റിയോ ഒക്കെ അനുസരിച്ച് കളറിലുള്ള ചെറിയ വേരിയേഷൻസ് വരും. ഇത് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ഞാനോർത്തേമേ ഇതന്നെ ഒരുപാടെന്ന്. ലാവണ്ടറേ മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സുഖമാട്ടോ ഈ സാരി ഇടാനായിട്ട്. മേത്തോട്ട് നല്ല ഒരു പാടുമില്ല. എങ്ങനെ വേണമെങ്കിലും ഏത് തുടക്കക്കാർക്കും ഏത് എന്താ പറയുന്ന സീനിയേഴ്സിനും ഈസി ആയിട്ട് ഉടുക്കാം. ഇനി നമ്മുടെ ഒരു സിമ്പിൾ സാരി ഇല്ലേ, സിമ്പിൾ സാരിയുടെ ഒരു കാറ്റഗറി ഞാൻ കാണിക്കാം കേട്ടോ. ഡെയിലി ഉടുക്കാം. പിന്നെ ഒത്തിരി കളറെടുപ്പ് വേണ്ടാന്ന് തോന്നുന്നവർക്ക് നല്ലതാണ്. പിന്നെ എങ്ങനെയാണ് ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉടുക്കാം. ഇതാണ് മുന്താണി കേട്ടോ. നല്ല ഗ്രാൻഡ് വർക്കാണ് ഇതിൻ്റെ. നിങ്ങൾ ഈ കാണുന്ന മുഴുവനും എംബ്രോയ്ഡറിയാണ്. ഇത് മുന്താണിയിൽ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെ ഒരു സാധനം. ഇത് ചെറിയ ചെറിയ കോപ്പർ നൂല് കൊണ്ടാണ്, കോപ്പർ സിൽക്ക് നൂല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കോപ്പർ സെറിയോ നൂലല്ലേ, ത്രെഡ്. ബോഡിയെ കാണുന്നതും ഈ കാണുന്നതും എല്ലാം ഡിസൈൻ അല്ല, എംബ്രോയ്ഡറിയാണ്. എംബ്രോയ്ഡറി വർക്കാണ്, മെഷീൻ എംബ്രോയ്ഡറിയാണ്. ബോർഡർ ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡർ. ഇത് കസവല്ല, കോപ്പറിൻ്റെ നൂല് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബോർഡർ. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡറും കൂടെ കൊണ്ടുള്ള ആ ഒരു ബോർഡർ, അതായത് ഈ ബോർഡറും പ്ലെയിൻ ആയിട്ട്, ഈ ബുട്ട ഇല്ല ബോഡിയെ കൂടെ, ഈ ബുട്ട ഇല്ലാതെ. അപ്പം ബ്ലൗസ് അത് ഒന്നുകിൽ അതിടാം
അതല്ലെങ്കിൽ ഇപ്പം വന്നിട്ടിരിക്കുന്ന മെറൂണ. ആ ഒരു ബ്ലൗസ് വേണേലും ഏത് വേണേലും ഇടാം. നമുക്ക് ഫംഗ്ഷൻ വെയർ, സിമ്പിൾ ഫംഗ്ഷൻ വെയർ സാരി ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഇപ്പോൾ ഈ കളർ ബ്ലൗസ് ആയിരുന്നെങ്കിൽ ആ കളറുള്ള പേളൊക്കെ ഇടുവാണെങ്കിൽ നല്ലതല്ലേ, പേടുമാലയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതല്ലേ, നല്ല വലിയ മുത്ത് വെച്ചിട്ടുള്ളേ ഇടുന്നേ നല്ല ഒരു പേളുമാലയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി. എനിക്കിതിൻ്റെ മുന്താണിയായിട്ട് ഇത് കൊണ്ട് കാണിച്ചല്ലോ അല്ലേ. എനിക്ക് ഇഷ്ടമുള്ള സാധനം എപ്പോഴും കാണിക്കണം. നല്ല മുന്താണിയില്ല. അടുത്തത് വേറൊരു, അത് തന്നെ ബോഡിയിലെ ഡിസൈന് മാത്രം വ്യത്യാസമുണ്ട്, സ്റ്റഫ് എല്ലാം സെയിം. കണ്ടോ മുന്താണിക്ക് ഇങ്ങനെ, ഇവിടെ മുമ്പേ മെറൂൺ ആയിരുന്നു, ഇവിടെ ബ്ലാക്കായി. ഈ ഡിസൈൻ ഇല്ലേ, ഈ ഡിസൈൻ മുമ്പേ വേറൊരു ഷേപ്പായിരുന്നു, ഇപ്പോൾ ഈ ഒരു ഷേപ്പായി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു ചന്ദന കളറാണ് ഇതിന് ശരിക്കും. പിന്നെ ഇതിന് മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല, ചന്തേരി കോട്ടൻ്റെ സ്റ്റഫ്, നല്ല മെറ്റീരിയലാണ്. സാരി ഫോൾ വെക്കുവാണെങ്കിൽ ഒത്തിരി ഇരട്ടി ഭംഗിയായിരിക്കും. ഇത്രയാണ് ട്രാൻസ്പെറൻസി. ഇങ്ങനെ അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. വേറെ സ്റ്റഫിലോ കാര്യത്തിലോ ഒന്നും വ്യത്യാസമില്ല. ഒരെണ്ണം മാത്രമേ ഉള്ളൂ മെറൂൺ അല്ലേ. ഇതെല്ലാം ബ്ലാക്കാണ്. ഈ ബ്ലാക്കിൻ്റെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ ഈ വന്നിരിക്കുന്നില്ലേ ഈ സംഭവം, കാണിക്കട്ടെ. ഇതിൻ്റെ ഈ അടുത്ത സാരി ഇതാണ്. അതിൻ്റെയും ഇവിടെ വന്നിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്കാണ്. അതിന് വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ഒരു ബോഡിയെ വന്നേക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി വർക്കില്ലേ, അതിൻ്റെ ഡിസൈനിലുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് മുന്താണി. തിരിഞ്ഞു വന്നു. ഇത് മുന്താണി. മുമ്പത്തെ സാരിയുടെ എല്ലാം മുന്താണിക്ക് വന്ന സംഭവം ഇതിന് ബോഡിയെ വന്നു. കുഞ്ഞു ബുട്ടാസ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇരിക്കും മുന്താണി വന്നിട്ട് ഇങ്ങനെ. മുന്താണിയുടെ ഡിസൈൻസിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു കാര്യത്തിലും വ്യത്യാസമില്ലേ. ഇതത് സെയിം ആണല്ലോ അല്ലേ, റിപ്പീറ്റാ. അപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ല. 4 കളർന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. എന്താ പറയുന്നത്, വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. കറുത്ത സാരി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയവർക്കെല്ലാം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭാഷ പറഞ്ഞാൽ അവനവൻ്റെ കയ്യിരിപ്പോട്ട് തന്നെ കിട്ടാതെ പോയെന്ന് ഞാൻ പറയുള്ളൂ. ഉണ്ട് എന്ന് പറയുമ്പോഴൊന്നും വാങ്ങിക്കത്തില്ല. അതെല്ലാം തീർന്നു കഴിയുമ്പോൾ വന്നാൽ അയ്യോ എന്ന് പറയാം, കരഞ്ഞ് കണ്ണീർപ്പുഴ ഒഴുകുന്ന ഇമോജിയൊക്കെ ഇടും. എന്തോ ചെയ്യാനാ, തീർന്നു പോയിട്ടാ. അപ്പം വേഗം തന്നെ ഈ പ്രാവശ്യം വാങ്ങിച്ചോളുക. അപ്പം തന്നെ ക്യാഷ് ഇടുക, എങ്കിലേ ബുക്കിംഗ് ആവത്തുള്ളൂ. ബുക്കിംഗ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഞങ്ങൾ ഇത് ഡെസ്പാച്ചിലേക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം, കമ്പനിക്ക് നഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം മുഴുവൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു 50% അഡ്വാൻസ് എങ്കിലും ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചോ. എന്നാലും എൻഷുർ ചെയ്യാം. മനുഷ്യൻ്റെ കാര്യമല്ലേ, ചില സമയത്ത് കയ്യിലായിരിക്കും പൈസ ഇരിക്കുന്നത്, അക്കൗണ്ടിലായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയെങ്കിലും ചെയ്യണം, നമുക്ക് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നതല്ലേ, പല കാര്യങ്ങളും നോക്കണ്ടേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.